ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വീണ്ടും എല്ലാ ദിവസവും ഇപ്പോൾ കാണുകയാണല്ലോ, അതുകൊണ്ട് ഒരു പരിചയക്കുറവ് ഒട്ടും ഉണ്ടാവില്ല അല്ലേ, എന്നും കണ്ടു പോവല്ലേ. എന്തായാലും നിങ്ങളെല്ലാവരും സേഫായി തന്നെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാം ലോക്ക്ഡൗൺ എന്നുള്ള ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും സുരക്ഷിതരായി വീടുകൾക്കുള്ളിലിരിക്കുന്നു. അതേസമയം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾക്ക് വേണ്ടി ഈ കൊറോണ വൈറസുമായി നേരിട്ട് പൊരുതുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെല്ലാം ഓർമ്മിക്കുക. അൺസൺ ഹീറോസായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, ടീം ഓഫ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, കൂടാതെ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, കളക്ടേഴ്സ്, അങ്ങനെ ഒത്തിരി ആൾക്കാർ, പിന്നെ പോലീസ് ഓഫീസേഴ്സ് ആൻഡ് പോലീസുകാരെല്ലാവരും, ഏറ്റവും എന്താ പറയണ്ടേ, ഏറ്റവും സ്മോളസ്റ്റ് റാങ്ക് തൊട്ട് ഹയസ്റ്റ് റാങ്ക് വരെയുള്ള ആൾക്കാർ, പിന്നെ ഹെൽത്ത് വർക്കേഴ്സ്, ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സ്, അറ്റൻഡേഴ്സ്, വോളണ്ടിയേഴ്സ്, എല്ലാവരും അവരുടെ എല്ലാം ആയുരാരോഗ്യത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അവർക്കും സുരക്ഷിതരായിരിക്കാൻ സാധിക്കട്ടെ. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ വിപത്തിൽ നിന്നും കരകയറാനായിട്ട് സാധിക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പോൾ നമ്മളുടെ ഈ വീട്ടിനകത്തിരിക്കുന്ന ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത അപ്രതീക്ഷിതമായ നമ്മളുടെ ഈ ഒരു എൻ്റെ ഒന്നും ഈ ഒരു ഇത്രയും വർഷം ജീവിച്ച ഞാൻ, അതുപോലെ ഒരുപാട് ആൾക്കാർ അവരൊന്നും ലൈഫ് സ്പാനിൽ കണ്ടിട്ടില്ലാത്ത അത്രയും വ്യത്യസ്തമായ അനുഭവം. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ എങ്ങനെയാണ് ഫ്രൂട്ട്ഫുൾ ആക്കുന്നത്, എങ്ങനെയാണ് നമ്മളുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളോടൊപ്പം പങ്കുചേരുകയാണ് കുക്കിംഗ് വ്ളോഗ്സിലൂടെ. അപ്പോൾ എന്നോട് ഒരുപാട് പേര്, ഇപ്പോൾ നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സസ് ആണല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്നോട് കുറേ നാളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കടലക്കറി ഉണ്ടാക്കുന്നതിൻ്റെ സിംപ്ലസ്റ്റ് വേ എങ്ങനെയാണെന്ന് ചേച്ചി പറഞ്ഞു തരണമെന്ന്. ആക്ച്വലി കടലക്കറി നമുക്ക് എത്ര ഇലാബറേറ്റ് ആയിട്ട് വേണമെങ്കിലും ഉണ്ടാകും. അപ്പോൾ ചന്ന മസാല എന്ന് പറഞ്ഞിട്ട് ബട്ടൂരയ്ക്കുള്ള ചന്ന മസാല ഉണ്ടാക്കാം. പിന്നെ കടലക്കറി ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഇന്ത്യൻ സ്റ്റൈൽ, അതുപോലെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലും ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ ഞാൻ പിന്നീട് ഒരു പ്രാവശ്യം കാണിച്ചു തരാം. അത്തരം കുറച്ചുകൂടെ ഇലാബറേറ്റ് കുക്കിംഗ് ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നമുക്കൊരു കടലക്കറി വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, അത് ഏറ്റവും ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും ഇതിനെക്കാട്ടിലും സിമ്പിളായിട്ടൊരു കടലക്കറി ഉണ്ടാക്കാൻ പറ്റില്ല, അത്രയും സിമ്പിളായിട്ടാണ് ഞാനിനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കറുത്ത കടലയിലാണ് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കറുത്ത കടല ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം. തലേദിവസം വെള്ളത്തിലിട്ടുന്നാൽ രാവിലെ കറക്റ്റ് ആയിരിക്കും. വൈകുന്നേരം വേണമെങ്കിൽ രാവിലെ തന്നെ വെള്ളത്തിലിടുക. ഇതിപ്പോൾ കറക്റ്റ് 1 കപ്പ്, എൻ്റെ ഒരു കപ്പ് അറിയാലോ 240 ml അല്ലെങ്കിൽ 250 ml ആയാലും കുഴപ്പമില്ല, അതിന് അളന്നിട്ട് ഇട്ടതാണ്. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 200 ഗ്രാം എന്ന് പറയാം വേണമെങ്കിൽ. ഇപ്പോൾ നമ്മൾക്ക് ഈ റേഷൻ കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് തരുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ കടലയൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കടല, ചെറുപയർ, അപ്പോൾ 1 കിലോ എന്തായാലും കിട്ടും. അപ്പോൾ ഇതൊരു 200 ഗ്രാമിനകത്ത് മതിയല്ലോ 1 കപ്പ് കടല വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളൊരു റേഷൻ സ്റ്റൈലിൽ തന്നെ നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യാം, നമ്മളുടെ ആഡംബരങ്ങളൊക്കെ കുറച്ച്. സിമ്പിൾ വേ ഓഫ് ലിവിങ് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേറെ ഒരു കാര്യങ്ങളുമില്ല. കടല ആദ്യം വേവിക്കാനിടുന്നു. അപ്പോൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്നാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കടലയിൽ പിടിക്കാൻ ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ട് വേകാൻ ആവശ്യമുള്ള വെള്ളം, ഒരു കപ്പ് വെള്ളം, ഇങ്ങനെ 1 കപ്പ് ഒഴിച്ചിട്ടുള്ളൂ, മതിയാകും. കുക്കർ അടയ്ക്കണം. എന്നിട്ട് ഒരു വലിയ വിസിൽ കേൾക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അടുപ്പ് കത്തിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഒരു വലിയ വിസിൽ ഫുൾ ഫ്ലെയിമിൽ, അത് കഴിഞ്ഞ് തീ കുറച്ചിട്ട് ചെറിയ തീയിൽ 2 വിസിൽ, അത്രയും കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുന്നു. പിന്നെ തുറന്നു നോക്കുമ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ടാവും, കുറച്ച് ചാറും കാണും. അതാണ് നമുക്ക് വേണ്ടത്. ഇതവിടെ ഇരിക്കട്ടെ. ആ സമയം കുറച്ച് ഒരുപാട് അരിയാനൊന്നും ഇല്ല കേട്ടോ, ദേ നോക്കിക്കോളൂ. ഒരു വലിയ സവാളയും ഒരു ഒരു 6 മുതൽ 10 വരെ ആകാം, ഇഷ്ടത്തിനനുസരിച്ച് ഉള്ളതുപോലെ എത്രയുണ്ടോ അത്രയും. ചെറിയ ഉള്ളിയും സവാളയും കൂടിയുള്ളൊരു കോമ്പിനേഷൻ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരി, ചെറിയ ഉള്ളി, ഇതിങ്ങനെ ഒരുപാട് ചെറുതാക്കണം എന്നില്ല, ഇങ്ങനെ ഉള്ളിയുടെ വലിപ്പം അനുസരിച്ചിട്ട്. അപ്പോൾ ഇത് 6 മുതൽ 10 വരെ ആകാം, വേണമെന്നുള്ളതുപോലെ. വേണം എന്നുള്ളതുപോലെ എന്നല്ല ഞാൻ പറയേണ്ടത്, നമ്മളുടെ കയ്യിലുള്ളതുപോലെ. ഓക്കെ, അപ്പോൾ ഒരു വിസിൽ കേട്ടു. അപ്പോൾ അത് ഫുൾ ഫ്ലെയിമിലാണ്. ഞാൻ ഈ അടുപ്പൊന്ന് മാറ്റുകയാണ്. കാര്യം ഇതിലേറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചാലും നല്ല ചൂടാണ്.
അതുകൊണ്ട് ഈ അടുപ്പിൽ ചെറിയ ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോൾ ഇനി ഒരു 2 വിസിൽസ് മോർ, ചെറിയ തീയിൽ. ഒരു പണിയില്ല കേട്ടോ, ഇത്രേ ഉള്ളൂ. ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് അതിശയം തോന്നും ഇതെങ്ങനെ ഈ ഫൈനലായിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയും കടലക്കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നും. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്, വിശ്വസിക്കാൻ. അപ്പോൾ 2 വിസിൽ, ചെറിയ വിസിലും കേട്ട് കഴിഞ്ഞ് ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കാര്യം അതിൻ്റെ ആവിയൊക്കെ പോകണമല്ലോ, അത് കഴിഞ്ഞാലല്ലേ നമുക്ക് തുറക്കാൻ പറ്റും. ബൈ ദ ടൈം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അടുത്ത അടുപ്പ് വീണ്ടും കത്തിക്കാൻ ഞാൻ വലിയ അടുപ്പിലേക്ക് വീണ്ടും പോകുന്നു. ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് ചേർക്കുന്നത്, മനസ്സിലായല്ലോ. ഇതിൽ ഇനി കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇല്ലെങ്കിൽ അത് വിടുക, വേണ്ടാന്ന് വയ്ക്കുക. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനം ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ചെറിയ ഉള്ളി ചേർക്കുന്നതിലാണ്. പക്ഷേ ഇല്ലാന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട, എല്ലാം ഉള്ള സമയത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ചെയ്തോളൂ. ഇപ്പോഴത്തെ ഈ ഒരു സമയം നമുക്ക് പല കാര്യങ്ങളും ഇല്ലല്ലോ. അപ്പോൾ സവാള മാത്രമാണെങ്കിലും കുഴപ്പമില്ല. 1, 2, 3 കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി, എന്താണെങ്കിലും പ്രശ്നമില്ല. പിന്നെ തേങ്ങാപ്പാൽ മസ്റ്റാണ്, തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കുക. ഇപ്പോൾ തേങ്ങ എന്തായാലും കുറച്ച് നിങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്നും തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കുക. കുറച്ച് കുറുകിയ പാൽ തന്നെ 1 കപ്പോളം ഞാൻ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഓക്കെയാണ്. അപ്പോൾ ആദ്യം ഒന്ന് കടുക് താളിക്കും, കടുക്, വറ്റൽമുളക്, കറിവേപ്പില. അത് കഴിഞ്ഞിട്ട് ഈ 2 കാര്യങ്ങളിട്ട് വഴറ്റും. ഇതിലിപ്പോൾ ഞാൻ ഇഞ്ചിയില്ല, വെളുത്തുള്ളിയില്ല, പച്ചമുളകില്ല, ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പോകാം. കടുകിടാം. 1 ടീസ്പൂൺ കടുക്. നന്നായിട്ടൊന്ന് പൊട്ടട്ടെ, തീ ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ഉടനെ തന്നെ നമ്മൾ ചെറിയ ഉള്ളി, ആദ്യം ചെറിയ ഉള്ളി ഇടാം. കൊച്ചുള്ളി ചേർത്ത് കഴിഞ്ഞാൽ അതൊന്ന് ഇങ്ങനെ ഇതളുകൾ ഇളകി വരട്ടെ, ഒന്ന് വാടട്ടെ. ഇനി അതിലേക്ക് സവാള, 1 സവാള അരിഞ്ഞത് ചേർത്ത്. ഇനി ഞാൻ വീണ്ടും തീ കൂട്ടി കൊടുത്തു. സത്യം പറഞ്ഞാൽ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അടുപ്പിലെ ചൂടിൻ്റെ കൺട്രോളാണ്. 1 വേ, ഒരു വിധത്തിൽ നോക്കിയാൽ ചൂടിൻ്റെ ഏറ്റക്കുറച്ചിൽ നമ്മൾ അതെങ്ങനെ ക്രമീകരിക്കുന്നു എന്നുള്ളതും വളരെ വളരെ പ്രധാനമാണ്. തീ കൂട്ടിയും കുറച്ചുമൊക്കെ. പണ്ടുള്ള ആൾക്കാർ അടുപ്പ് കത്തിച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് വിറകടുപ്പൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തീ പിരിച്ചിടും. അതായത് ഇങ്ങനെ വിറകൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ പിരിച്ചിടുന്നൊരു പരിപാടിയുണ്ട്. കനലൊക്കെ ഒന്ന് നീക്കിയെല്ലാം ഇടും. തീ കുറയ്ക്കുന്നത് അങ്ങനെയാണ്. പിന്നെ കൂട്ടുന്നതിന് വീണ്ടും കയറ്റി അകത്തേക്ക് വെച്ചിട്ട് വീണ്ടും കത്തിച്ചു കൊടുക്കും. ഊതി കത്തിക്കും. കണ്ടിട്ടില്ല, പണ്ട് കുഴലൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഊതുന്ന കുഴൽ, പുക ഊതുന്ന, തീ ഊതുന്ന, പുകയല്ല തീ ഊതുന്ന കുഴൽ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വാടി ചെറുതായി ഒന്ന് നിറം മാറാൻ തുടങ്ങണം. ഈ സമയം നമ്മൾക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം, പാകത്തിന് വെന്തിട്ടുണ്ടോ. ഇങ്ങനെയാണ്. വെന്തിട്ടുണ്ട്, കറക്റ്റ് പാകത്തിന്. ഇതാണ് അതിൻ്റെ കറക്റ്റ്. ഒരുപാട് ഓവറായി വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ലല്ലോ. ഇത്രയും ചാറുമുണ്ട്, കണ്ടല്ലോ. ഈ ചാറും വളരെ വളരെ പ്രധാനമാണ്. നമ്മൾ ഈ ചാറ് കളയുകയും ചെയ്യരുത്. ഈ ചാറോടുകൂടി നമ്മൾ കടല ആ കറിയിലേക്ക് ഇടണം. അതും ഒരു സ്വാദ് കൂട്ടുന്ന കാര്യമാണ്. ഇപ്പോൾ കടലയുടെ സ്റ്റോക്കല്ലേ, കടലയുടെ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ കടലയുടെ ആ കംപ്ലീറ്റ് സത്തും രുചിയും ഒക്കെ അതിനകത്തുണ്ട്. ഇതൊരു ചെറുതായിട്ടൊന്ന് നിറം മാറട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് കാണിച്ചു തരാം. വെരി വെരി ഫാസ്റ്റ് വർക്ക്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് എത്രയും ഫാസ്റ്റായിട്ട് ജോലി ചെയ്യുന്നതും സന്തോഷമുള്ള കാര്യമല്ലേ. ഫാസ്റ്റായിട്ട് നമുക്കിപ്പോൾ ഇഷ്ടമായ സമയമുണ്ട്, പക്ഷെ അതല്ല, നമ്മളുടെ കയ്യിൽ കുറച്ച് ചേരുവകളൊക്കെ കുറവായിരിക്കില്ലേ, ലിമിറ്റഡ് റിസോഴ്സസ്. പക്ഷേ രുചിയുള്ള ആഹാരം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. പുറത്തുനിന്നും വല്ലപ്പോഴൊക്കെ പുറത്തുനിന്നൊക്കെ നമ്മൾ കഴിച്ചൊരു ചേഞ്ചിനൊക്കെ കഴിക്കില്ല. അപ്പോൾ വീട്ടിൽ തന്നെ പല പല രീതിയിൽ കറികൾ മാറ്റിയൊക്കെ ചെയ്തിട്ടൊരു ചേഞ്ച് ഉണ്ടാക്കാൻ നോക്കാം. അതല്ലേ പറ്റുള്ളൂ. നോക്കൂ, നിറം മാറാനൊക്കെ തുടങ്ങുന്നു അല്ലേ. ചെറുതായിട്ട് നന്നായിട്ട് വാടി തുടങ്ങി. ഇച്ചിരി കൂടെ ഒന്ന് നിറം മാറിക്കോട്ടെ. നല്ല മണം. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കുള്ളൂ. ഇപ്പോൾ കറക്റ്റായി, കളറൊക്കെ മാറി തുടങ്ങി. തീ നന്നായിട്ട് കുറയ്ക്കാം. ഈ അടുപ്പായതുകൊണ്ട് നന്നായിട്ട് കുറച്ചാലും കുറച്ച് തീയൊക്കെ ഉണ്ടാവും. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ കടലയുടെ കൂടെ ചേർത്ത് കഴിഞ്ഞു വേവിക്കാൻ നേരത്തെ. എങ്കിലും ഒരു 1/4 ടീസ്പൂൺ ഇതിൽ ചേർക്കാം. 1/4. പിന്നെ മല്ലിപ്പൊടി ഒരു
2 ടീസ്പൂൺ. ഓക്കെ. മുളക് പൊടി ഏതാണ്ട് അത്ര തന്നെയാണ് പറയാം. അത് എരിവിനനുസരിച്ചിട്ടാണ്. 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ആകാം. 1.5 ടീസ്പൂൺ ഇടാം. ഓക്കെ. പിന്നെ ഗരം മസാല പൊടി ഒരു 1/2 ടീസ്പൂൺ. അതിൻ്റെ ഒരു പച്ചച്ചുവ മാറിയാൽ മാത്രം മതി. മൂക്കും പെട്ടെന്ന് മൂക്കുന്നു. ചൂടല്ലേ, നല്ല ചൂട് ആയി കഴിയും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിൻ്റെ അരപ്പൂട് കൂടി ഒഴിച്ചു കഴിയും. സിമ്പിൾ. ഇനി ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് കടലയിൽ ഉപ്പ് ചേർത്തല്ലേ നമ്മൾ വേവിച്ച്. കുറച്ചൊന്ന് ഉപ്പ് നോക്കിയാലോ. കുറച്ച് കുറവ്, ഒരല്പം കൂടി ആകാം. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഒരു തിള അത്രേ ഉള്ളൂ. നല്ല തിള എന്ന് പറഞ്ഞാൽ ഈ അരപ്പിൻ്റെ കൂടെ കിടന്നൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അതിലേക്ക് മസാലയൊക്കെ പിടിക്കട്ടെ. ഗരം മസാല 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ആകാം കേട്ടോ കഴുകാനായിട്ട്. ക്ലിയറിംഗ് ദ ടേബിൾ. തിളച്ചു തുടങ്ങി. ഞാൻ ചെറിയ രീതിയിലേക്ക് മാറ്റിയിരിക്കുമായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിലാണെന്ന് അത്ര തിളച്ചു. അപ്പോൾ ചാറ് എത്ര വേണം അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇനി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ കുറച്ച് കുറുകിയ 1-ാം പാലെന്നൊന്നും പറയാൻ പറ്റില്ല, 2-ാം പാലെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. കട്ടി ഒരുപാട് വെള്ളം പോലെ അല്ലാത്ത തേങ്ങാപ്പാൽ. ഇപ്പം മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ആകാം. മുളക് പൊടിയും അതുപോലെ 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഒരല്പം ഗരം മസാലയും കൂടി ആകാം, ഒരു 1/4 ടീസ്പൂൺ കൂടി. അപ്പം ഞാൻ എല്ലാം കൂടി 3/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്തു. ഇനി ഒരു കാര്യം കൂടെ ഉള്ളൂ, ചെറിയ ഇതിലിടാം. ഇത്രയും ചാറാണുള്ളത്. ഇനി ഇച്ചിരി കൂടെ ചാറ് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാലും മതിയാവും. തേങ്ങാപ്പാൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇനി കുറച്ച് മല്ലി ഇലയും കൂടി ലാസ്റ്റ് അരിഞ്ഞിടാം. കൈ കൊണ്ട് മുറിച്ചിടാൻ പോവാണ്. പിന്നെ മല്ലിയില ഒരു നിർബന്ധമില്ല, എന്തെങ്കിലും ഇടുക. നമ്മൾക്ക് ഈ ഒരു പീരീഡ് അല്ല എന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു മല്ലിയില മസ്റ്റാണ്. പക്ഷേ ഇത് കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഇടുന്നേ ഉള്ളൂ. നിങ്ങൾ കറിവേപ്പില ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. കടുക് തളിച്ചപ്പോൾ ഇട്ടല്ലോ, അത് മതി. ഫിനിഷ്ഡ്. ദിസ് ഇസ് ഓൾ. അപ്പോൾ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പക്ഷേ ഉപ്പ് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എരിവ് അങ്ങനെ ഒരുപാട് എരിവ് ഉള്ള രീതിയിലല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു വളരെ മോഡറേറ്റ് എരിവേ ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടി സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. ഇതിപ്പോൾ ഞാൻ 1.5 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. 2 ടീസ്പൂണ് ആകാം, 3 ടീസ്പൂൺ വരെ ആകാം. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ അത്ര ആവശ്യമുള്ളൂ. മൈൽഡ്, എല്ലാം മൈൽഡാണ്. ഓക്കെ, ഫിനിഷ്ഡ്. അങ്ങനെ നമ്മളുടെ സിമ്പിൾ കടലക്കറി ഇതേ റെഡി. എണ്ണയൊക്കെ തെളിഞ്ഞു, നീറ്റ്. അത്ര മതി. കോരാം. ഓക്കെ, ഓഫ് ചെയ്യാൻ തോന്നുന്നു. തീ ഓഫ് ചെയ്യാം. അങ്ങനെ എളുപ്പത്തിൽ, ഇതിനെക്കാട്ടിലും എളുപ്പത്തിൽ എങ്ങനെ നമ്മളൊരു കടലക്കറി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അല്ലേ. ടൊമാറ്റോ ഇല്ല, പിന്നെന്താ, ഇഞ്ചിയില്ല, വെളുത്തുള്ളിയില്ല, പച്ചമുളകില്ല, ഒന്നുമേ ഇല്ല. ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇനി ഇത് ഈ പാത്രത്തിലേക്ക് ഞാൻ മാറ്റാൻ പോകും. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് ഞാനൊരു കടലക്കറിയാണ് ഇന്ന് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ ഈ ദിവസങ്ങളിലെ മെനുവിൻ്റെ ഭാഗമാക്കുക. ഏതെങ്കിലുമൊക്കെ ദിവസം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കുക. ഈസിയാണ്, ചിലവും കുറവാണ്, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യാം. ടേസ്റ്റിയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. അപ്പോൾ ഇനിയും ഇതുപോലെ സിമ്പിൾ നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങളുമായി തിരിച്ചു വരാം.